Hi 10th. So in the last class we were discussing about exercise 13.3 fourth question, and you may understood that question. ആ ക്വസ്റ്റിന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചിലൂടെയായിരുന്നു നമ്മൾ ചെയ്തത്. എന്തുകൊണ്ടാണ് ആ ക്വസ്റ്റിന് ആ ക്വസ്റ്റിന് മറ്റു ക്വസ്റ്റിനിൽ നിന്ന് നമ്മൾ എന്തുകൊണ്ടാണ് അതൊരു ഡിഫറെൻറ്റ് ആണെന്ന് പറയാൻ കാരണം, എക്സസൈസ് 13.3 തേർഡ് ക്വസ്റ്റിനും ഫോർത്ത് ക്വസ്റ്റിനും നിങ്ങൾ കമ്പയർ ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക. എക്സസൈസ് 13.3 തേർഡ് ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? എക്സസൈസ് 13.3 എന്നല്ലേ? അതെ, എക്സസൈസ് 13.3 തേർഡ് ക്വസ്റ്റിൻ്റെ പ്രത്യേകത കിണറിൽ നിന്നും മണ്ണെടുക്കുന്നു. എക്സസൈസ് 13.3 തേർഡ് ക്വസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. കിണറിൽ നിന്നും മണ്ണെടുക്കുന്നു. മണ്ണെടുത്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ കുറച്ച് മാറ്റി നമ്മളതിനിങ്ങനെ കൂട്ടുന്നു. ഏത് ഷേപ്പിൽ? ക്യൂബോർഡിൽ ഷേപ്പിലോട്ട് വന്നു. അതിങ്ങനെ എക്സസൈസ് 13.3 തേർഡ് ക്വസ്റ്റിനിൽ ക്യൂബോർഡിൽ ഷേപ്പ് എന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ക്യൂബോർഡാണ് ആകൃതിയെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ തരിക സംതിങ് ഇൻറ്റു സംതിങ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സംതിങ് ഇൻറ്റു സംതിങ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഉറപ്പിച്ചുള്ള ക്യൂബോർഡ് ഷേപ്പിലാണ്. ആ രീതിയിലാണ് സംതിങ് ബൈ സംതിങ് 23 അങ്ങനെ എന്തോ ആണ് അവിടെ തന്നേക്കുന്നത്. അപ്പം തേർഡ് ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സെറ്റാണ് തേർഡ് ക്വസ്റ്റ്യൻ. അതിൽ വേറെ കൺഫ്യൂഷനൊന്നും ആവശ്യമില്ല. കിണറിലുള്ള മണ്ണെടുക്കുന്നു, മാറ്റി ക്യൂബോർഡൽ ആകൃതിയിൽ നമ്മളിങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ എന്തായിരുന്നു അവിടെ ചെയ്തത്? വോളിയം ഓഫ് എർത്ത് ഇൻ ദ വെൽ ഷുഡ് ബി ഈക്വൽ ടു ദ വോളിയം ഓഫ് ദ ക്യൂബോർഡ്. അവിടെ ഒരു പ്രശ്നവുമില്ല. ഓക്കെ, കാരണം മണ്ണെടുക്കുന്നു, മാറ്റിയിടുന്നു, അത് ക്യൂബോർഡിൽ ഷേപ്പിലോട്ട് വരുന്നു. പക്ഷേ ഫോർത്ത് ക്വസ്റ്റ്യനിലുള്ള ഒരു ഡിഫറൻറ്റ് എന്താണ്? ഒരു എന്തുകൊണ്ടാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഈ തേർഡ് ക്വസ്റ്റ്യനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആണെന്ന് പറയാൻ കാരണം, ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഈ കിണറിൽ നിന്ന് മണ്ണെടുത്ത് എവിടെയാണ് ഇടുന്നത്? കിണറിൻ്റെ വാവട്ടത്തിന് ചുറ്റും ഇടുന്നു. അങ്ങനെ അതൊരു എന്താകുന്നു? ഒരു വരമ്പാകുന്നു. അതാണ് എംബാക്ക്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു വരമ്പാകൃതിയിൽ വരുന്നു. ഈ വരമ്പിൻ്റെ പ്രത്യേകത എന്താണ്? കിണറിൻ്റെ ചുറ്റും ഒരു വരമ്പ്. ഞാൻ പറഞ്ഞു ആ ക്വസ്റ്റ്യനിൽ ആവശ്യത്തിൽ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടെ ഈ വീഡിയോയിൽ പറയുന്നത് ഇനി ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടെ ക്ലിയർ ആയിക്കോട്ടെ. ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ വരമ്പ്, കിണറിൻ്റെ മുകളിൽ വരമ്പ്, കിണറിൻ്റെ ചുറ്റും ഇങ്ങനെ വരമ്പ് എന്ന് പറയുമ്പം അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? നേരത്തെ പറഞ്ഞ തേർഡ് ക്വസ്റ്റ്യനിലെ കേസാണോ? അല്ല. ആ വരമ്പിൽ എവിടെയാണ് മണ്ണുണ്ടാവുക? ആ വരമ്പിൻ്റെ തിക്നെസ് ആയിട്ടുള്ള പോർഷനിലാണ് മണ്ണുണ്ടാവുക. ആ വരമ്പിൻ്റെ ഉൾഭാഗം എന്താണ്? ഓട്ടയാണ്. കാരണം എന്താ? കിണറിൻ്റെ ചുറ്റുമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം എംറ്റിയാണ്. അപ്പം അതാണ് അവിടുത്തെ പ്രത്യേകത. ആ വരമ്പിൻ്റെ തിക്നെസ് ആയിട്ടുള്ള പോർഷനിൽ, ആ വരമ്പിൻ്റെ ആ ചുറ്റും, അല്ലെങ്കിൽ ആ വരമ്പിൻ്റെ തിക്നെസ് ആയിട്ടുള്ള പോർഷനിൽ മാത്രമേ മണ്ണ് വന്ന് അടിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ അവിടുത്തെ കോൺസെപ്റ്റ് എങ്ങനെയായിരുന്നു? കോൺസെപ്റ്റ് സെയിം ആണ്. വോളിയം ഓഫ് എർത്ത് ഇൻ ദ വെൽ ഷുഡ് ബി ഈക്വൽ ടു ദ വോളിയം ഓഫ് ദ എംബാക്ക്മെൻറ്റ്. കാരണം കിണറിലുള്ള മണ്ണ് തന്നെയാണ് അവിടെ ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ സോ വോളിയം ഓഫ് ദ എർത്ത് ഇൻ ദ വെൽ ഷുഡ് ബി ഈക്വൽ ടു ദ വോളിയം ഓഫ് എംബാക്ക്മെൻറ്റ് ആയിരുന്നു കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിച്ചത്. ഇനി വോളിയം ഓഫ് എർത്തിൻ്റെ വെല്ല് കാണാൻ വോളിയം ഓഫ് വെല്ല് കണ്ടുപിടിച്ചാൽ മതി. കാരണം കിണറിൻ്റെ ഉള്ളിലുള്ള മൊത്തം മണ്ണുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ കിണറിൻ്റെ ഉള്ളിലുള്ള മണ്ണിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ കിണറിൻ്റെ വോളിയത്തിനോട് ഈക്വൽ ആയിരിക്കും. ഇനി വോളിയം ഓഫ് എംബാക്ക്മെൻറ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ എംബാക്ക്മെൻറ്റിൽ വോളിയം ഓഫ് എംബാക്ക്മെൻ്റ് അല്ല നമുക്ക് വേണ്ടത്, വോളിയം ഓഫ് എർത്തിൻ്റെ എംബാക്ക്മെൻ്റ് അല്ലേ? നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. വോളിയം ഓഫ് എർത്തിൻ്റെ വെൽ ഷുഡ് ബി ഈക്വൽ ടു ദ വോളിയം ഓഫ് എർത്തിൻ്റെ എംബാക്ക്മെൻ്റ് ആണ്. അപ്പോൾ വോളിയം ഓഫ് എർത്തിൻ്റെ വെല്ല് വോളിയം ഓഫ് വെല്ല് കണ്ടുപിടിച്ചാൽ ഒരു പ്രശ്നമില്ല. കാരണം കിണറിൻ്റെ ഉള്ളിലാണ് മണ്ണുണ്ടായിരുന്നത്. ഇനി വോളിയം ഓഫ് എർത്തിൻ്റെ എംബാക്ക്മെൻറ്റ് കാണണമെങ്കിൽ ഈ എംബാക്ക്മെൻറ്റിൽ എവിടെയാണ് മണ്ണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എംബാക്ക്മെൻറ്റിൻ്റെ ആ തിക്നെസ് പോർഷനിൽ മാത്രമാണ്, ഉള്ളു ഹോളാണ്. അപ്പോൾ അവിടെ എന്തായിരുന്നു നമ്മൾ ചെയ്തത്? തിക്നെസ് പോർഷൻ്റെ വോളിയം, ആ തിക്നെസ് ആയിട്ടുള്ള കട്ടിയുള്ള പോർഷൻ്റെ വോളിയം കാണാൻ എന്ത് ചെയ്തു? നമ്മൾ പുറം ഭാഗത്ത് നോക്കുമ്പോൾ ഒരു സിലിണ്ടർ, ഉൾഭാഗം ഹോളാണ്. കാരണം വരമ്പിൻ്റെ ഉൾഭാഗം എന്ന് പറയുമ്പോൾ കിണറാണ്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ഹോളാണ്. അപ്പോൾ വരമ്പിൻ്റെ പുറംഭാഗത്തുള്ള സിലിണ്ടർ ആകൃതിയിലാണ് ഒരു ഔട്ടർ സിലിണ്ടർ. പിന്നെ ഉൾഭാഗത്തുള്ള, നമ്മൾ ഉള്ളിലോട്ട് മേലേന്ന് വരമ്പിൻ്റെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന ഉൾഭാഗത്തുള്ള സിലിണ്ടർ. അപ്പോൾ പുറംഭാഗത്തുള്ള സിലിണ്ടറിൻ്റെ വോളിയത്തിൽ നിന്ന് ഉൾഭാഗത്തുള്ള സിലിണ്ടറിൻ്റെ വോളിയം സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് വേണ്ട മണ്ണുള്ള തിക്നെസ്സിൻ്റെ പോർഷൻ കിട്ടുകയുള്ളൂ. സോ വോളിയം ഓഫ് ദ എംബാക്ക്മെൻറ്റ് എന്ന് പറയുന്നത്, ഫോർത്ത് ക്വസ്റ്റ്യനിൽ വോളിയം ഓഫ് എംബാക്ക്മെൻറ്റ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ഔട്ടർ സിലിണ്ടർ മൈനസ് വോളിയം ഓഫ് ഇന്നർ സിലിണ്ടർ. അപ്പോൾ ഇങ്ങനത്തെ ഏത് കേസ് വന്നു കഴിഞ്ഞാലും തിക്നെസ് പോർഷനിലാണ് നമുക്ക് വേണ്ട മെറ്റീരിയൽ ഉള്ളതെങ്കിൽ അതിൻ്റെ വോളിയം എടുക്കുന്ന ഏത് സന്ദർഭത്തിലും വോളിയം ഓഫ് ഔട്ടർ സിലിണ്ടർ മൈനസ് വോളിയം ഓഫ് ഇന്നർ സിലിണ്ടറാണ് കണ്ടുപിടിക്കുക. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഫോർ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഷാൽ വി കം വിത്ത് മീ? വൺ മോർ തിങ്, നിങ്ങളുടെ എക്സാമിനെ പറ്റിയിട്ട് 5 മിനിറ്റ് ആയെന്നറിയാം. ലെറ്റ് ഇറ്റ് ബി. നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ എന്ന് എനിക്കൊരു തോന്നൽ വന്നതുകൊണ്ടാണ്, എനിക്കതൊരു മനസ്സിലിങ്ങനെ കിടക്കുന്നതുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ എനിക്കൊരു സമാധാനമായി. ഇപ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. കിട്ടാത്ത കുട്ടികൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പേപ്പർ വാല്യുവേറ്റ് ചെയ്തു. എനിക്ക് സന്തോഷമായി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഇട്ടത്. നിങ്ങൾക്ക് എൻ്റെ അടുത്തുനിന്ന് ഇത്രയും കാലത്തിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പ്രാവശ്യം നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം.
മാത്രമല്ല എൻ്റെ കോൺഫിഡൻസും. കാരണം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്താൽ പകുതി മുക്കാൽ കുട്ടികളും തന്നു കഴിഞ്ഞാൽ പകുതി മുക്കാൽ കുട്ടികളും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ കോൺഫിഡൻസ് നല്ലൊരു ലെവലിലോട്ട് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നത്. നന്നായി ചെയ്തു എല്ലാവരും. കുറച്ച് കുട്ടികളൊക്കെ ഇച്ചിരിയൊക്കെ കളിച്ചു. ആ കളിയൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. എന്താണെന്നറിയോ, ഈ നമുക്കൊരു കാര്യം, ഒരു കുട്ടി കളവ് ചെയ്യുമ്പം അത് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾ സേഫാണ്. പക്ഷേ നിങ്ങൾ ആ ചെയ്തവർ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചുള്ളൂ. ഞാൻ ഇതിൻ്റെ പുറകെ വരില്ല 100%. ഞാൻ ഇതാരൊക്കെ ചെയ്തു എന്ന് ഞാൻ വെറുതെ പറയല്ല. സാറ് വെറുതെ ഗ്യാസ് അടിക്കുകയാണ്, സാറ് വെറുതെ ഡയലോഗ് ഇടുകയാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. എനിക്കറിയാം, സത്യമായിട്ടും എനിക്കറിയാം. ആ പേപ്പർ നോക്കിയപ്പം ആ പേപ്പറിൻ്റെ എഴുതിയതിൻ്റെ സ്റ്റൈല്. കാരണം ഒരു കുട്ടി, നിങ്ങൾ ഓരോരുത്തരെയും 9ാം ക്ലാസ് മുതൽ ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗും നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയൊക്കെ എനിക്കറിയാം. അപ്പം എനിക്കെന്നല്ല എല്ലാ ടീച്ചേഴ്സിനും അറിയാം. അപ്പോൾ അങ്ങനെ അറിയാവുന്ന ഒരു അധ്യാപകൻ്റെ മുമ്പിൽ നിങ്ങൾ അതിൽ നിന്നും ഒരു ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ബിഹേവ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് നിങ്ങളുടെ പേപ്പറിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നോട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിൽ ആ പേരുകളുണ്ട്, ഞാൻ അതിൻ്റെ പുറകെ വരുന്നില്ല, അത് അവിടെ ഇരുന്നോട്ടെ. പക്ഷേ ഞാൻ ചെയ്തവരോട് പറയുവാണ്, ഒരു കുഴപ്പം എന്താ പറയുക, നമുക്കങ്ങനെ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരോടൊരു ചെറിയ ഡിസ്റ്റൻസ് വന്നു പോകും. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും വിചാരിക്കരുത്. കാരണം നിങ്ങൾ തന്നെ ചെയ്ത തെറ്റുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പം ഈ വീഡിയോ കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് വിളിച്ചിട്ട് ഒരു സോറി പറയാൻ തോന്നുന്നെങ്കിൽ പറഞ്ഞോളൂ, വെൽക്കം. ഇനി തോന്നുന്നില്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി, നോ പ്രോബ്ലം. പക്ഷേ ചെയ്തവരെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരോട് ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താണ്, ചില സമയത്ത് സൈലൻസ് ഈസ് ദ ബെസ്റ്റ് പണിഷ്മെൻറ്റ് വി കുഡ് ഗീവ് എനിവൺ എന്നുള്ളൊരു ഒരു വേർഡിങ്സ് ഉണ്ടല്ലോ, അതിൽ ഞാൻ വിശ്വസിക്കുന്നു. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, കുറേ പ്രാവശ്യമായി. 5th question, come with me. See, a container shaped like a right circular cylinder having diameter 12 cm and height 15 cm. A container shaped like a right circular cylinder. So container is in the shape of a cylinder. Its diameter is given as 12 cm, so radius will be 6 cm and height is given as 15 cm of that cylinder. Okay, it is full of ice cream. Okay, that ice cream is to be filled into cones. That ice cream is to be filled into cones. ആ സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു പാത്രം നിറയെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അത് എനിക്ക് എന്ത് ചെയ്യണം, കോണിലോട്ട് മാറ്റണം. Filled into the cones of height 12 cm. Its height is given as 12 cm and diameter is what, 6 cm, having a hemispherical shape on the top. Okay, find the number of such cones which can be filled with ice cream. ഓക്കെ, സോ നിങ്ങൾ ഒരു സിലിണ്ടർ ഷേപ്പുള്ള ഒരു പാത്രം. ഓക്കെ, ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യനെ അപേക്ഷിച്ച് നോക്കും വളരെ എളുപ്പമാണ്. ഈ സിലിണ്ടർ ഷേപ്പുള്ള പാത്രത്തിൻ്റെ ഡയമീറ്റർ ഇസ് ഗിവൺ ആസ് 12 cm. സോ ദ റേഡിയസ് വിൽ ബി വാട്ട്, ലെറ്റ് ഇറ്റ് ബി R1 as the radius. It is nothing but 6 cm because the diameter is given as 12 cm and height is given as 15 cm. Let it be H1 is equal to 15 cm. It is full of ice cream. ഇതെന്താണ്, ഐസ്ക്രീമാണ്. ഇറ്റ് ഈസ് ഫുൾ ഓഫ് ഐസ്ക്രീം. ഇത് നിറയെ ഐസ്ക്രീം ഇങ്ങനെ വെച്ചേക്കാണ്. ഇനി എന്ത് ചെയ്യണം, എനിക്ക് ഈ ഐസ്ക്രീം ഒരു കോണിലോട്ട് മാറ്റണം. എന്തിലോട്ട് മാറ്റണം, കോണിലോട്ട് മാറ്റണം. ഈ ഐസ്ക്രീം എനിക്ക് കോണിലോട്ട് മാറ്റണം. അപ്പം നിങ്ങൾ വിചാരിച്ചോളൂ, ഞാനൊരു ഐസ്ക്രീം കച്ചവടക്കാരനാണ്. ഇതാണ് എൻ്റെ പാത്രം, ഇതാണ് എൻ്റെ ജാർ. ഇതിൽ മൊത്തം ഐസ്ക്രീമായിട്ട് ഞാൻ രാവിലെ വിൽക്കാൻ പോയി. ഇനി എനിക്ക് ഈ ജാർ എടുത്തിട്ട് ഓരോരുത്തർ വരുന്നവർക്ക് കൊടുക്കാൻ പറ്റും. ഇന്ന് ഐസ്ക്രീം ഇതിൽ നിന്ന് കുറച്ചെടുത്തോളം കൈയിട്ട് വരാൻ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യണം, നമ്മൾ അതിന് ചെറിയ കോണുകളിലോട്ട് ഐസ്ക്രീം മാറ്റും. നിങ്ങൾക്കറിയാം ആ കോണിൻ്റെ സ്പെഷ്യാലിറ്റി ഈസ് ഗിവൺ. ദാറ്റ് ഐസ്ക്രീം ഈസ് ടു ബി ഫിൽഡ് ഇൻ കോൺസ് ഓഫ് ഹൈറ്റ് 12 cm. ആ കോണിൻ്റെ ഹൈറ്റ് ഈസ് ഗിവൺ ആസ് 12 cm. സോ വാട്ട്, ഇതിൻ്റെ ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ് ഗിവൺ ആസ് 12 cm. സോ ലെറ്റ് ഇറ്റ് ബി H2 ഈസ് ഗിവൺ ആസ് 12 cm and diameter of the cone is given as 6 cm. So what will be the radius of the cone? This is what is radius of the cone. That will be 3, half of 6, no? So let it be R2 represents the radius of the cone. So that is 3 cm. Okay, so ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഈ സിലിണ്ടറിക്കൽ ഒരു ജാറിൽ ഫുൾ ഐസ്ക്രീമായിട്ട് ഞാൻ ഐസ്ക്രീം വിൽക്കാൻ പോയി. അപ്പോൾ എന്താണ്, ഈ ഐസ്ക്രീം എനിക്ക് എന്ത് ചെയ്യണം, പല കോണുകൾ, ചെറിയ കോണുകളിലോട്ട് ആയിട്ടാണ് ആൾക്കാർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഓരോ കോണിലും ഐസ്ക്രീം നിറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നിറയ്ക്കാൻ പോകുന്ന കോണിൻ്റെ പ്രത്യേകത, കോണിൻ്റെ ഹൈറ്റ് 12 cm ആണ്. ഓക്കെ, കോണിൻ്റെ റേഡിയസ് എത്രയാണ്, 3 cm ആണ്. ഇനി ഇങ്ങനെ വെറുതെ ഈ കോണിൻ്റെ ഇവിടം വരെ ഐസ്ക്രീം നിറച്ചാൽ പോരാ, ഈ ഒരു അറ്റം വരെ ഐസ്ക്രീം നിറച്ചാൽ പോരാ. നിങ്ങൾ ഐസ്ക്രീം കോണിൽ മേടിച്ച് കഴിച്ചവർക്ക് അറിയായിരിക്കും അതിൻ്റെ എന്താണ്, ഹാവിങ് എ ഹെമിസ്ഫെറിക്കൽ ഷേപ്പ് ഓൺ ദ ടോപ്പ്. ഐസ്ക്രീം നിറച്ച് കഴിയുമ്പം എനിക്കിങ്ങനെ മുകളിൽ ഒരു ഹെമിസ്ഫെറിക്കൽ ടോപ്പ് വരണം. ഐസ്ക്രീം നിറച്ച് കഴിയുമ്പോൾ ഒരു ഹെമിസ്ഫെറിക്കൽ ടോപ്പ്
ഈ കോണിൻ്റെ മുകളിലായിട്ട്. നിങ്ങൾക്കറിയാം ഐസ്ക്രീം നിറയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ഹെമിസ്ഫെറിക്കൽ ടോപ്പ് നിങ്ങൾ ഐസ്ക്രീം നിറച്ച് തരുന്നവർ തരും അല്ലേ, എങ്കിലല്ലേ നമുക്കൊരു സന്തോഷമാവുള്ളൂ. ഇവിടം വരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് തൃപ്തിയാവില്ല, കുറച്ച് ഇങ്ങനെ കിട്ടിയെങ്കിൽ നമുക്ക് മനസ്സിന് തൃപ്തിയാവുള്ളൂ. ഓക്കെ, അപ്പം നമ്മളെ സംബന്ധിച്ച് മാത്തമാറ്റിക്കലി നോക്കുമ്പോൾ ലോവർ പോർഷൻ ഒരു കോണും അപ്പർ പോർഷൻ ഹെമിസ്ഫിയർ ആണ്. റേഡിയസ് ഈസ് സെയിം ഇൻ ദ കേസ് ഓഫ് ഹെമിസ്ഫിയർ ആൻഡ് ഇൻ ദ കേസ് ഓഫ് കോൺ റേഡിയസ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് 3 സെൻറ്റിമീറ്റർ. അത് ഫിഗറിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഫൈൻഡ് ദ നമ്പർ ഓഫ് സച്ച് കോൺസ് വിച്ച് ക്യാൻ ബി ഫിൽഡ് വിത്ത് ഐസ്ക്രീം. ഇങ്ങനത്തെ ഒരു കോണിൽ ഇതിലെ മൊത്തം ഐസ്ക്രീം ഇങ്ങനത്തെ ഒരു കോണിൽ നിറയോ? ഇല്ല. ഇങ്ങനത്തെ എനിക്ക് ഈ ഐസ്ക്രീം മൊത്തം പല കോണുകളിലായിട്ട് നിറച്ച് വെക്കണം, ആൾക്കാർക്ക് വരുമ്പോൾ കൊടുക്കണം. അങ്ങനെ പല കോണുകൾ എൻ്റെ അടുത്ത്. ഇതിപ്പോൾ ഒരു കോണ്, പിന്നെ രണ്ടാമത്തെ കോണ്, ഇതേ വലുപ്പമുള്ള എല്ലാ കോണിൻ്റെ വലുപ്പം ഒന്നാട്ടോ. സോറി, ഞാൻ ഇതിനേക്കാളും സൈസ് കുറവാണ് ഇവിടെ വരച്ചത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരേ സൈസിൽ വരയ്ക്കണം. കാരണം എല്ലാ കോണിൻ്റെയും ഐസ്ക്രീം ഇങ്ങനെ നിറച്ച് വരുന്ന ഹെമിസ്ഫിയറിൻ്റെയും എല്ലാം, അതായത് ഇത് കോണ്, ഇതേ കോണിൻ്റെ സൈസുള്ള പല പല കോണുകൾ, ഈ കോണിൻ്റെ മുകളിൽ ഐസ്ക്രീം ഇങ്ങനെ നിറച്ച് വെക്കുന്ന ഈ ഹെമിസ്ഫെറിക്കൽ ആ ഷേപ്പ് ഉണ്ടല്ലോ, അതും എല്ലാ കോണിലും ഈക്വലായിട്ട് തന്നെ എനിക്ക് നിറച്ച് വെക്കണം. കാരണം കസ്റ്റമേഴ്സിനെ എനിക്ക് എന്താണ് പറയുക, എല്ലാവർക്കും എന്താണ് ഒരു ഇക്വാലിറ്റി ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ എനിക്ക് കൊടുക്കണം. അപ്പം ഇതെന്താണോ അതുപോലെ തന്നെ ഈ ഇതിലും ചെയ്യണം. അതായത് ഇതെന്താണോ അതേ വോളിയം ഐസ്ക്രീം എല്ലാ കോണിലും ഉണ്ടാവണം. ഇങ്ങനത്തെ ഒരു കോണാണോ എൻ്റെ അടുത്ത്? ഇല്ല, നമ്പർ ഓഫ് കോൺസ് ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി ദ നമ്പർ ഓഫ് കോൺസ് ആസ് n. ഞാൻ പറയുന്നു ഈ ജാറിൽ നിന്നും ഞാൻ മാറ്റി കോണുകളിലോട്ട് നിറച്ച് വെക്കുവാണ്. അങ്ങനെ എത്ര കോണുകളുണ്ട് എൻ്റെ അടുത്ത്? n. ആ n ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിലെ മൊത്തം ഐസ്ക്രീമും നിറച്ച് തീരണമെങ്കിൽ എത്ര കോണുകൾ വേണം? സോ ലെറ്റ് ഇറ്റ് ബി n നമ്പർ ഓഫ് കോൺസ് ആണെന്ന് വിചാരിക്കുക. ആ n ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്, എത്ര കോണുകൾ വേണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Find the number of such cones to be, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ഓൾ ദ തിങ്സ് ഗിവൺ. ദാറ്റ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ സിലിണ്ടറിക്കൽ വെസൽ ഇസ് ഗിവൺ ആസ് 6 സെൻറ്റിമീറ്റർ ആൻഡ് 15 സെൻറ്റിമീറ്റർ ആൻഡ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ് ഗിവൺ ആസ് വാട്ട്, ഗിവൺ കാര്യങ്ങളൊക്കെ എഴുതുക. ആൻഡ് ലെറ്റ് n be the number of such cones. ഈ കോണുകളുടെ എണ്ണം n ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട് n വെച്ചിട്ട്. എന്തായിരുന്നു നമ്മൾ ചെയ്തത് ഓർമ്മയുണ്ടോ? നമ്മൾ ലെഡ് ഷോട്ട്സ് ഇടുമ്പോൾ നമ്മൾ n കൊണ്ടുവന്നിരുന്നു. ഓക്കെ, ഈ ഒരു പ്രോസസ്സിൽ എന്താണ് ഈക്വലായിരിക്കുക? ഇതിലുള്ള എത്ര ഐസ്ക്രീം ഉണ്ടോ അത്രയും ഐസ്ക്രീം തന്നെ ഈ കോണുകൾ. ഇപ്പം കുറേ കോണുകളുണ്ടെന്ന് വിചാരിക്കുക എൻ്റെ അടുത്ത്. ഈ കുറേ കോണുകളിലുള്ള ഐസ്ക്രീമിൻ്റെ അളവുകൾ മൊത്തം കൂട്ടിയാൽ ഇതിലുള്ള ഐസ്ക്രീമിൻ്റെ അളവ് കിട്ടണമല്ലോ. കാരണം ഇതിലുള്ള ഐസ്ക്രീമാണ് ഞാൻ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്തേക്കുന്നത്. അപ്പം എങ്ങനെ എഴുതാം? നമുക്ക് എന്ത് എഴുതാം? സോ വാട്ട് വി ക്യാൻ റൈറ്റ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ഓർ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ. വാട്ട് ഐ ക്യാൻ റൈറ്റ്? ടെൽ മീ. വോളിയം ഓഫ് ഐസ്ക്രീം in cylinder should be equal to the total volume of what? Total volume of ice cream in cones. എഴുതിക്കൂടെ? കാരണം കോണുകളിലുള്ള എല്ലാ ഐസ്ക്രീമിൻ്റെ അളവ് കൂട്ടി കഴിഞ്ഞാൽ സിലിണ്ടറിലുള്ള ഐസ്ക്രീമിൻ്റെ അളവ് കിട്ടണം. ഇവിടെ ടോട്ടൽ എന്ന് മെൻഷൻ ചെയ്യാൻ കാരണം എന്താ? കാരണം ഇവിടെ നമ്പർ ഓഫ് കോൺസ് ഉണ്ട്. ഇങ്ങനെ പല പല കോണുണ്ട്. ആ എല്ലാ കോണിൻ്റെയും ഉള്ളിലുള്ള ഐസ്ക്രീമിൻ്റെ അളവ് കൂട്ടിയെങ്കിൽ ഈ ജാറിൻ്റെ ഉള്ള ഐസ്ക്രീമുകൾ കിട്ടുള്ളൂ. ഇവിടെ ഒറ്റ ഒരു ജാറേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ടോട്ടൽ എന്നൊന്നും എഴുതാത്തത്. വോളിയം ഓഫ് കോൺ ഇൻ ദ വോളിയം ഓഫ് ഐസ്ക്രീം ഇൻ ദ സിലിണ്ടർ എന്ന് ഇവിടെ ടോട്ടൽ വോളിയം എന്ന് മെൻഷൻ ചെയ്യാൻ കാരണം ഇവിടെ കുറേ കോണുകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കുറേ കോണുകളുണ്ട്, ഒന്നല്ല. ഓക്കെ, ദെൻ വോളിയം ഓഫ് ഐസ്ക്രീം ഇൻ ദ സിലിണ്ടർ എങ്ങനെ കിട്ടും? ജസ്റ്റ് കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് സിലിണ്ടർ വിച്ച് ഇസ് ദ ഫോർമുല പൈ ആർ സ്ക്വയർ എച്ച്, ആൻഡ് ഹിയർ വി ഹാവ് മെൻഷൻ ആർ ആസ് R1 ആൻഡ് H ആസ് H1. ആൻഡ് ടോട്ടൽ വോളിയം ഓഫ് ഐസ്ക്രീം ഇൻ കോൺസ് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് പകരം എനിക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ പോലെ വോളിയം ഓഫ് വൺ കോൺ എഴുതിയാൽ പോലെ എന്ത് ചെയ്യണം? ടോട്ടൽ വോളിയം ഓഫ് ഐസ്ക്രീം ഇൻ കോൺസ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്, റൈറ്റ് സൈഡ് അല്ലേ. അതിന് പകരം ഞാൻ ഒരു കോണിൽ എത്ര വോളിയം ഓഫ് ഐസ്ക്രീം ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അല്ലാണ്ട് എല്ലാത്തിൻ്റെയും ഓരോന്നിൻ്റെ വോളിയം കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? എത്ര നമ്പർ ഓഫ്, എല്ലാം ഒരേ ഡയമെൻഷനാണ്, എല്ലാം ഒരേ സൈസാണ്. അതുകൊണ്ട് എത്ര എണ്ണം ഉണ്ട്? n ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കോണിൽ കൊള്ളുന്ന ഐസ്ക്രീമിൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്തെന്ന് എഴുതാൻ എനിക്ക് റൈറ്റ് സൈഡ് n ഇൻറ്റു വാട്ട്? വോളിയം ഓഫ് ഐസ്ക്രീം ഇൻ വൺ കോൺ എഴുതിയാൽ പോരെ? മതി. ഇത് നമ്പറാണ്. ഏതെങ്കിലും ഒരു കോണിൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് ഒരു കോണിൻ്റെ ഉള്ളിൽ നിറയ്ക്കാവുന്ന ഐസ്ക്രീമിൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് അതിന് n ഉണ്ട്. കാരണം n ആണ് നമ്പർ ഓഫ് കോൺസ് ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. സോ ആ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ ഐസ്ക്രീം ഇൻ കോൺസ് നമുക്ക് കിട്ടും. സോ ലെഫ്റ്റ് സൈഡ് ആസ് ഇറ്റ് ഈസ് പൈ R1 സ്ക്വയർ H1. റൈറ്റ് സൈഡ് നമ്മൾ ലേറ്റർ വി വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദ വാല്യൂസ് ആൻഡ് റൈറ്റ് സൈഡ് യു ജസ്റ്റ് സി n ഇൻറ്റു ഹൗ യു ക്യാൻ കാൽക്കുലേറ്റ് വോളിയം ഓഫ് ഐസ്ക്രീം ഇൻ ഈച്ച് കോൺ. തിങ്ക് അബൌട്ട് ദിസ് കോൺ. ഇതിലുള്ള നിറഞ്ഞിരിക്കുന്ന ഐസ്ക്രീമിൻ്റെ അളവ് എങ്ങനെയാണ് ഐസ്ക്രീമിൻ്റെ വോളിയം എങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക? വോളിയം ഓഫ് ഐസ്ക്രീം ഇൻ കോൺ പ്ലസ് വോളിയം ഓഫ് ദിസ് ഹെമിസ്ഫിയർ. വൈ? ബിക്കോസ് ഈ അറ്റം മുതൽ
ഈ ഹെമിസ്ഫിയറിൻ്റെ അറ്റം വരെ ഐസ്ക്രീം ഉണ്ട്. അപ്പം ഈ കോണിൻ്റെ വോളിയം ഈ ഹെമിസ്ഫിയറിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്താലേ ടോട്ടൽ വോളിയം ഓഫ് ഐസ്ക്രീം ഇൻ കോൺ കിട്ടുള്ളൂ. യെസ്. സോ n ഇൻറ്റു വോളിയം ഓഫ് ഐസ്ക്രീം ഇൻ ഈച്ച് കോൺ എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് കോൺ പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ ആണ്. കാരണം ആ ഹെമിസ്ഫിയറിക്കൽ പോർഷനിലും ഐസ്ക്രീം ഉണ്ട്. സോ പൈ r1 സ്ക്വയർ h1 ഈസ് ഈക്വൽ ടു ദെൻ n ഇൻറ്റു, ഇങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വോളിയം ഓഫ് ഐസ്ക്രീം ഇൻ സിലിണ്ടർ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, വോളിയം ഓഫ് ടോട്ടൽ വോളിയം ഓഫ് ഐസ്ക്രീം ഇൻ കോൺസ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവസാനം ഇങ്ങനെ ഇക്വേറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്നത് അവസാനം ചെയ്താൽ ഇത് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, LHS സെപ്പറേറ്റ് ഇത്രയും വരെ എഴുതുക, അതിനുശേഷം LHS സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, RHS സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് പിന്നെ ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഒരുമിച്ച് ചെയ്യുന്നു. n ഇൻറ്റു വോളിയം ഓഫ് കോൺ എന്താണ് ഫോർമുല? ടെൽ മീ. 1/3 പൈ r square h. Here we have mentioned radius of cone as r2, so r2 square h as h2 plus volume of hemisphere, which is the formula. Since it is hemisphere, volume formula is 2/3 pi r cube. So 2/3 pi r2 cube. Okay, you may understood. Any problem? No. And you can substitute everything here. So pi into, what is r1? r1 is 6. സിലിണ്ടറിൻ്റെ കാര്യത്തിലായിട്ട് എഴുതേണ്ടത് h1 15. സോ റൈറ്റ് സൈഡ് n ഇൻറ്റു, ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. 1/3 ഇൻറ്റു പൈ ഇൻറ്റു r2 എന്ന് പറയുന്നത് നമുക്ക് 3 ആണ്, 3 സ്ക്വയർ ഇൻറ്റു h2 എന്ന് പറയുന്നത് 12 ആണ്, പ്ലസ് 2/3 ഇൻറ്റു പൈ ഇൻറ്റു r2 ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, യു മേ അണ്ടർസ്റ്റുഡ് നോ? ഇങ്ങനെ നിങ്ങൾക്ക് ഒരുമിച്ച് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് കാണുക. ഇത് അതായത് ഈ കണ്ടുപിടിച്ച സാധനം സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, ഈ കണ്ടുപിടിച്ച സാധനം സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് അവസാനം ഇക്വേറ്റ് ചെയ്താൽ മതി. ഞാനിങ്ങനെ എഴുതുന്നത് ക്യാൻസലേഷന് നല്ലൊരു റോൾ ഇവിടെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. സോ ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് മനസ്സിലായി, പൈ ഇൻറ്റു 6 സ്ക്വയർ ഇൻറ്റു 15 ഞാൻ അതുപോലെ എഴുതുന്നു. സോ റൈറ്റ് സൈഡിൽ n ഇൻറ്റു ഇത് n അവിടെ അതുപോലെ ഞാൻ എഴുതി. ഇനി നമ്മൾ n-നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇത് 2 ടൈം ആണല്ലോ. ഈ 2 ടൈമിൽ ഏതൊക്കെ കോമൺ ഔട്ട്സൈഡ് എടുക്കാം? ഈ 2 ടൈമിലും ഡിനോമിനേറ്ററിൽ ഒരു 3 ഔട്ട്സൈഡ് എടുക്കാം. അപ്പം അല്ലേ, ഈ ടൈമും ആലോചിക്കുക. അതിൽ ഡിനോമിനേറ്ററിൽ 3 ഉണ്ട് രണ്ടിലും. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു സാധനം ഔട്ട്സൈഡ് എടുക്കണമെങ്കിൽ ന്യൂമറേറ്റർ 1 എഴുതണം. ഡിനോമിനേറ്ററിലാണ് ഒരു സാധനം നിങ്ങൾ ഔട്ട്സൈഡ് എടുക്കുന്നതെങ്കിൽ ന്യൂമറേറ്റർ 1 ആയിട്ട് എപ്പോഴും എഴുതണം. എന്നിട്ട് ഡിനോമിനേറ്ററിൽ ഔട്ട്സൈഡ് എടുക്കുന്ന സാധനം എഴുതുക 3. ഇനി രണ്ടിലും ഉള്ളത് എന്താണ്? പൈ ഉണ്ട്. പിന്നെ രണ്ടിൽ ഇവിടെ ഒരു 3 സ്ക്വയർ ഉണ്ട്, ഇവിടെ 3 ക്യൂബ് ആട്ടോ. ഇവിടെ 3 സ്ക്വയർ ഉണ്ട്, ഇവിടെ 3 ക്യൂബ് ഉണ്ട്. അപ്പോൾ 3 സ്ക്വയറിലും 3 ക്യൂബിലും എന്തായാലും 3 സ്ക്വയർ ഉണ്ടല്ലോ, അതങ്ങ് ഔട്ട്സൈഡ് എടുക്കാം. ഇത്രയും നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. ബാക്കി എന്തൊക്കെയുണ്ട് ഇവിടെ? ഇതിൽ നമ്മൾ ഈ ടൈമിലും കൂടെ 1/3 ഇൻറ്റു പൈ ഇൻറ്റു 3 സ്ക്വയർ ഔട്ട്സൈഡ് വന്നു കഴിഞ്ഞാൽ ഈ ടൈമിൽ പിന്നെ 1/3 ഔട്ട്സൈഡ് ഉണ്ട്, പൈ ഔട്ട്സൈഡ് ഉണ്ട്, 3 സ്ക്വയർ ഔട്ട്സൈഡ് ഉണ്ട്. പിന്നെ ബാക്കി ഒരു ചെറിയൊരു സാധനമുള്ളൂ, അവനങ്ങ് പിടിച്ചിട്ട് മെല്ലെ ഇങ്ങോട്ട് എഴുതുക 12 പ്ലസ്. പിന്നെ ഇതിൽ ഡിനോമിനേറ്റർ 3 ഔട്ട്സൈഡ് വന്നു, അപ്പോൾ ന്യൂമറേറ്ററിലുള്ള 2 അവിടെ റിമെയിൻ ചെയ്യും. ഇൻറ്റു പൈ ഓൾറെഡി ഔട്ട്സൈഡ് ഉണ്ട്, 3 സ്ക്വയർ ഓൾറെഡി ഔട്ട്സൈഡ് ഉണ്ട്. അപ്പോൾ പൈ ഔട്ട്സൈഡ് ഉണ്ട്, 3 ക്യൂബിൽ 3 സ്ക്വയർ ഔട്ട്സൈഡ് വന്നാൽ പിന്നെ ബാക്കി ഒരു 3 ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ? ബാക്കി നിങ്ങൾ നോക്കുക. പൈ ഇൻറ്റു 6 സ്ക്വയർ ഇൻറ്റു 15 ഈസ് ഈക്വൽ ടു n ഇൻറ്റു 1/3 ഇൻറ്റു പൈ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു വാട്ട് ഈസ് 2 ഇൻറ്റു 3? 2 ഇൻറ്റു 3 6, നോ? 6 പ്ലസ് 12 ഈസ് 18. ഇനി നിങ്ങൾ വെട്ടിക്കോളുക, കണ്ണും പൂട്ടി വെട്ടിക്കോളുക. പൈ യു ക്യാൻ ക്യാൻസൽ ആൻഡ് ഇനി നമുക്ക് ഓക്കെ ഈ ഒരു അപ്പോൾ ഡയറക്റ്റ് ക്യാൻസലേഷൻ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഡയറക്റ്റ് ക്യാൻസലേഷൻ ചെയ്യാം. ഇനി ഒരു സൈഡിൽ നമുക്ക് ഇങ്ങനത്തെ ക്രോസ് ക്യാൻസലേഷൻ ചെയ്യാം. അപ്പോൾ 3 സ്ക്വയറിൽ ഒരു 3 കൂടെ വെട്ടിയാൽ ബാക്കി ഒരു 3 വരും. 3 സ്ക്വയറിൽ ഒരു 3 വെട്ടിയാൽ ബാക്കി അവിടെ 3 ഉണ്ട്. വേണമെങ്കിലും മാറ്റി എഴുതിക്കോളൂ. 6 സ്ക്വയറിന് 6 ഇൻറ്റു 6 ഇൻറ്റു 15 ഞാൻ എഴുതുന്നു. ഇതൊക്കെ നിങ്ങളുടെ ഫ്രീഡം ആട്ടോ. ഇതൊന്നും എന്നെ നിങ്ങളിത് ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് വീഡിയോ പ്ലേ ചെയ്യുക, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളത് ചെയ്തോളൂ. സോൾവിങ് എന്ന് പറയുന്നത് ഓരോരുത്തരും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യും, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യാം. ഓക്കെ, കാരണം എൻ്റെ റോൾ എന്താണ്? ആദ്യത്തെ ഇവിടം കൊണ്ട് എൻ്റെ റോൾ തീരുന്നു, ബാക്കി നിങ്ങളുടെ ഫ്രീഡമാണ്. അതിന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാത്തൊരു അധ്യാപകനാണ്. നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്. എൻ്റെ ഇവിടെ ഒരു 3 ബാക്കിയുണ്ട്, റൈറ്റ് സൈഡിൽ 18 ഉണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഈ 3യും ഇവിടുത്തെ 6ഉം ക്യാൻസൽ, ഇവിടെ 2 വന്നു. പിന്നെ ഇവിടുത്തെ ഈ 2ഉം അല്ലെങ്കിൽ ഇവിടുത്തെ ഈ 6ഉം 18ഉം ക്യാൻസൽ ആയി. ഇൻ 6 ഹൗ മെനി? 6 1, 18 3. യു യൂസ് യുവർ പെൻസിൽ ടു ക്യാൻസൽ, ഡോണ്ട് ഫോർഗെറ്റ്. ആൻഡ് യു ക്യാൻ ക്യാൻസൽ ദിസ് 3 and 15. അപ്പോൾ ഇൻ 3 ഹൗ മെനി? 3 1, ഇൻ 15 ഹൗ മെനി? 3 5. സോ റൈറ്റ് സൈഡിൽ ഒരു n മാത്രമേ ഉള്ളൂ, ലെഫ്റ്റ് സൈഡിൽ 2 into 5 10. Okay, so we got the number of cones as 10. So this is the required number of cones. So we need 10 cones, or 10 is the required number of cones. You have to conclude in a sentence. You may understood, no?
Then how many silver coins? 6th question. With this question we will wind up this video session. കാരണം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് മറ്റേ വീഡിയോയും ഒരേ ദിവസമാണ് കാണുന്നതെന്നറിയാം. അപ്പോൾ 2 വീഡിയോ ഒരു ദിവസം ഷിബിൻ സാർ ഇടുമ്പം 2ൻ്റെയും ലെങ്ത്ത് കുറച്ചിരിക്കും ഞാൻ. How many silver coins 1.75 cm in diameter and thickness 2 mm must be melted to form a cuboid of dimensions 5.5 cm into 10 cm into 3.5 cm? ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളത് ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, എളുപ്പമാണ് ക്വസ്റ്റ്യൻ, വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്തു തരും. ഹൗ മെനി സിൽവർ കോയിൻസ്? കുറച്ച് സിൽവർ കോയിൻസ് എടുക്കുക. നിങ്ങൾക്കറിയാം സിൽവർ കോയിൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 1 രൂപ 2 രൂപ നാണയങ്ങളില്ലേ, അത് തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. സോ സിൽവർ കോയിൻസ് എടുക്കുക. ഉദാഹരണത്തിന് ഞാൻ കുറച്ച് 1 രൂപേൻ്റെ സിൽവർ കോയിൻസ് എടുക്കുന്നതെന്ന് വിചാരിച്ചതാ. സിൽവർ കോയിൻസിൻ്റെ പ്രത്യേകത എന്താ? സിൽവർ കോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഇങ്ങനൊരു അപ്പർ ബേസും ലോവർ ബേസും സർക്കിൾ ഷേപ്പിലായിരിക്കും അല്ലേ? അല്ലേടോ? അതെ, ഒരു തിക്നെസ്സും ഉണ്ടാവും. ഇതല്ലേ ഒരു സിൽവർ കോയിന് വളരെ ഇവിടെ 1 എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതല്ലേ ഒരു സിൽവർ കോയിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ, ഒരു കോയിൻ അല്ലേ? അതായത് ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇൻ ദ ഷേപ്പ് ഓഫ് വാട്ട്? നോട്ട് ഓൾമോസ്റ്റ്, ദാറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് വാട്ട്? സിലിണ്ടർ. അതാണ് സിൽവർ കോയിൻ. അങ്ങനത്തെ ഹൗ മെനി സിൽവർ കോയിൻസ് എന്ന്, അങ്ങനത്തെ ഒരു സിൽവർ കോയിൻ അല്ല. ഒരു സിൽവർ കോയിനാണോ? അല്ല. അങ്ങനത്തെ പല സിൽവർ കോയിൻസ്, പക്ഷേ ഒരേ വലിപ്പമുള്ളതായിരിക്കും. ഓക്കെ, എല്ലാ സിൽവർ കോയിൻസിൻ്റെയും എണ്ണം എന്തായിരിക്കും? വലിപ്പം എന്തായിരിക്കും? എടുക്കുന്ന എല്ലാ സിൽവർ കോയിൻസിൻ്റെ വലിപ്പം ഒന്നായിരിക്കും. കാരണം ഇത് 1 രൂപേൻ്റെ സിൽവർ കോയിനാണ്, അതേ വലിപ്പമുള്ള 1 രൂപേൻ്റെ സിൽവർ കോയിൻ, അതേ വലിപ്പമുള്ള 1 രൂപേൻ്റെ സിൽവർ കോയിൻ. അങ്ങനെ എത്രയോ സിൽവർ കോയിൻസ്, അത് എത്ര എണ്ണം എന്ന് അറിയില്ല. നമ്മൾ എണ്ണം അറിയാത്തപ്പോൾ നമ്മൾ എന്തെന്ന് എഴുതുന്നു? എൻ. ഇങ്ങനത്തെ എത്രയോ സിൽവർ കോയിൻസ് എന്ന് പറയുന്നതിന് പകരം ഞാൻ പറയുന്നു എത്രയോ എന്ന് പറയുന്നതിന് പകരം എൻ. ലെറ്റ് എൻ ബി ദ നമ്പർ ഓഫ് സിൽവർ കോയിൻസ്. അങ്ങനെ കുറച്ച് സിൽവർ കോയിൻസ് എത്ര എണ്ണം ഉണ്ട്? എൻ എണ്ണം ഉണ്ട്. അതെല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഉരുക്കുന്നു അല്ലേ? ഉരുക്കിയിട്ട് എന്താക്കുന്നു? മസ്റ്റ് ബി മെൽറ്റഡ് ടു ഫോം എ ക്യൂബോയിഡ്. ഇതെല്ലാം കൂടെ ഉരുക്കുന്നു, സിൽവർ ഉരുക്കുന്നു. ഒരു 1000 എബോ ടെമ്പറേച്ചർ കൊടുത്തിട്ട് നമ്മൾ സിൽവർ ഉരുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ ക്യൂബോയിഡൽ ഫോമിലോട്ടാക്കുന്നു. ഈ ക്യൂബോയിഡിൻ്റെ ഡയമെൻഷൻ ഈസ് ഗിവൺ ആസ് വാട്ട്? 5.5 cm into 10 cm into 3.5 cm stands for 5.5 cm is the length, and breadth is given as 10 cm and height is given as 3.5 cm. I think it is very clear. അപ്പം ഈ സിൽവർ കോയിൻസ് ഒക്കെ ഉരുക്കിയിട്ടാണ് ഒരു ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുന്നു. ഇങ്ങനെ ടെമ്പറേച്ചർ കൊടുക്കുന്നു. ഇങ്ങനെയല്ല നിങ്ങൾ കെമിസ്ട്രി ചെയ്യുക. ടെമ്പറേച്ചർ കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഉരുക്കുന്നു. ഒരു 1000 എബോ ടെമ്പറേച്ചർ, മെഴുകുതിരി വെച്ചിട്ട് 1000 എബോ ടെമ്പറേച്ചർ അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ കൊടുക്കുന്നു. എന്താണ് വേണമെങ്കിൽ ഒരു കുറച്ച് ലാവിഷാക്കി മോർ ദാൻ 1000 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ എഴുതി നിങ്ങൾ എഴുതണം. ഇത് വെറുതെ എഴുതിയതാണ്, ഇതൊന്നും എക്സാമിന് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ 1000 ഡിഗ്രി സെൽഷ്യസ് എബോ ടെമ്പറേച്ചർ കൊടുത്ത് ഇതിനൊക്കെ നമ്മൾ ഒരുക്കി ക്യൂബോയിഡ് ആക്കണം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കേസ് എന്ന് പറയുന്നത്. ഇനി ഈ പ്രോബ്ലം ഇനി നമ്മളൊരു കാര്യം പറഞ്ഞു. ഈ ഈ കോയിനിൻ്റെ ഡയമെൻഷൻ ഗിവൺ ആണ്. അതിൻ്റെ റേഡിയസ് എത്രയാണ്? 1.75 cm ഇൻ ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് എത്രയായിരിക്കും? റേഡിയസ് വിൽ ബി ഹാഫ് ഓഫ് ദാറ്റ്. 1.75 ഡിവൈഡ് ബൈ 2 ആണ്. 1.75 ഡിവൈഡ് ബൈ 2. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി അതായത് 1.75 എന്ന് വെച്ചാൽ 1.25 പകുതി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ 1.75 by 2 എന്താണ് അറിയാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പറയുന്നു. അതായത് റേഡിയസ് ഈസിക്കൽ 1.75 by 2 ആണ് അല്ലേ? അപ്പം ന്യൂമറേറ്ററിൽ എത്ര ഡെസിമൽ പൊസിഷൻ ഉണ്ട്? 2, 1, 2. ആ ഡെസിമൽ പൊസിഷൻ ന്യൂമറേറ്ററിൽ ഒഴിവാവണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 കൊണ്ട്. കാരണം എന്താ? ന്യൂമറേറ്ററിൽ 2 ഞാൻ ചോദിക്കുന്നത് 1.75 by 2 എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നാണ്. വേറൊരു മെത്തേഡാണ് പറയുന്നത്. 1.25 പകുതി എന്ന രീതിയിൽ ആലോചിക്കേണ്ടവർക്ക് അങ്ങനെ ആലോചിക്കാം. സോ 1.75 by 2 എന്നുള്ളത് 1.75 എത്ര ഡെസിമൽ പൊസിഷൻ ഉണ്ട്? 1, 2. അപ്പോൾ അതായത് 100 കൊണ്ട് 2 ഡെസിമൽ പൊസിഷൻ ആയതുകൊണ്ട് 100, 1 ഡെസിമൽ പൊസിഷൻ ആണെങ്കിൽ 10. അതുകൊണ്ട് 100 കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ഡെസിമൽ പോയിൻ്റ് ഒഴിവാകും. 100 കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 കൊണ്ട് തന്നെ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1.75 into 100 എന്ന് പറയുമ്പോൾ എന്ത് വരും? 175. നിങ്ങൾക്കറിയാം ഒരു ഡെസിമൽ നമ്പറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 സ്ഥാനം വലത്തോട്ട് ആ ഡെസിമൽ പോയിൻ്റ് പോകും. അങ്ങനെ 175 വരും. 2 in 100 200. സോ 175 ഡിവൈഡ് ബൈ 200 എന്ന രീതിയിലോട്ട് അത് മാറും റേഡിയസ്. ഓക്കെ, ഇനി അപ്പം ഇതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ അതിൻ്റെ തിക്നെസ്. സോ അത് നമുക്ക് വളരെ ട്രിവിയലാണ്. തിക്നെസ് ഇവിടെ 6 ഉണ്ട്. ഇവിടെ 6 ഇല്ലാത്തതുകൊണ്ട് R1 R2 എന്ന് റെപ്രസെൻ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ H ഉണ്ട്. ഇവിടുത്തെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റാണ്. സോ ഇതിനെ ഞാൻ H1 എന്നും ഇതിനെ ഞാൻ H2 എന്നും വിളിക്കുന്നു. തിക്നെസ് ഈസ് നത്തിങ് ബട്ട് ഹൈറ്റ് ആൻഡ് ഇറ്റ്സ് തിക്നെസ് ഈസ് ഗിവൺ ആസ് 2 millimeter. പ്രോബ്ലം 2 millimeter. നമ്മൾ ബാക്കി എല്ലാ ക്വാണ്ടിറ്റിയും സെൻറ്റിമീറ്ററിലാണ്. മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യുക?
10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം എന്താ, ഒരു സ്കെയിൽ എടുത്ത് നോക്കിയാൽ 10 മില്ലിമീറ്ററാണ് 1 സെൻറ്റിമീറ്റർ. അപ്പം മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതായത് 2/10 സെൻറ്റിമീറ്റർ എന്ന് വരും. യു മേ അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഹൈറ്റും കിട്ടി. ഇനി ഈ കൺവേർഷനിൽ എന്താണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക? ഈ കോയിൻസ് എല്ലാം കൂടി ഉരുക്കിയിട്ടാണ് ഈ ക്യൂബോയിഡ് ഉണ്ടാക്കുന്നത്. അതായത് ഈ കോയിൻസിൻ്റെ എല്ലാത്തിൻ്റെയും വോളിയവും ഈ ക്യൂബോയിഡിൻ്റെ വോളിയം ഈക്വൽ ആവണ്ടേ, കാരണം ഈ കോയിൻസ് ഉരുക്കിയിട്ടാണ് ഈ ക്യൂബോയിഡ് ഉണ്ടാക്കുന്നത്. സോ ഇങ്ങനെ എഴുതാം. സോ എഴുതാം, ടോട്ടൽ വോളിയം ഓഫ് കോയിൻസ് ഷുഡ് ബി ഈക്വൽ ടു വാട്ട്? വോളിയം ഓഫ് വാട്ട്? Cuboid. Then how you can calculate total volume of coins? Just calculate volume of one coin and just multiply with its number. Here we have mentioned the number of coin as S. So n into volume of one coin എന്ന് എഴുതിയാൽ മതി. വോളിയം ഓഫ് ക്യൂബോയിഡ് വളരെ സിമ്പിളാണ്, L into B into H. Then n into വോളിയം ഓഫ് n ആണല്ലോ നമ്മൾ നമ്പർ ഓഫ് കോയിൻസ് ആയിട്ട് എടുത്തത്. അതൊക്കെ നിങ്ങൾ മുകളിൽ എഴുതണം കേട്ടോ. എല്ലാ കാര്യങ്ങളും ഗിവൺ എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും എഴുതുമ്പോൾ അതിൽ n be the number of coins എന്നുള്ള കാര്യം എഴുതണം. അതൊക്കെ എഴുതണേ എന്തോ. സോ n ഇൻറ്റു, കാരണം ഇവിടെ ടോട്ടൽ വോളിയം ഓഫ് കോയിൻസ് ആണ്. അപ്പം ടോട്ടൽ വോളിയം ഓഫ് കോയിൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കോയിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. n ഇൻറ്റു വോളിയം ഓഫ് വൺ കോയിൻ, സിൻസ് ഇറ്റ് ഈസ് എ ഷേപ്പ് ഓഫ് സിലിണ്ടർ വി ക്യാൻ യൂസ് ദ ഫോർമുല pi r square h. So pi r itself, h we have mentioned as h2, here it was h1. Okay, സോ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 5.5 ഇൻറ്റു 10 ഇൻറ്റു 3.5 എന്ന് എഴുതുന്നു. ഓക്കെ, ആൻഡ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് n ഇൻറ്റു n, അതുപോലെ പൈ നമുക്ക് 22/7 ഇടാനാണ് പറയുന്നത്. ഇടാല്ലേ, നോക്കാം നമുക്ക്. 22/7 ഇടുന്നു. സോ റേഡിയസ് എന്ന് പറഞ്ഞാൽ റേഡിയസ്, ഓക്കെ, റേഡിയസ് നമ്മൾ കൺവേർട്ട് ചെയ്തത് 175/200 എത്തിയിട്ടുണ്ട്. സോ റേഡിയസ് 175/200 നമുക്ക് വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. 25 കൊണ്ട് റെഡ്യൂസ് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ റെഡ്യൂസ് ചെയ്യുവാണെങ്കിൽ 25 കൊണ്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 200 എത്ര, 25 കൊണ്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 200 എത്ര, 25 ഉണ്ട്. 25 കൊണ്ട് മുകളിൽ നിന്നാണ് റെഡ്യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ 5 കൊണ്ട് റെഡ്യൂസ് ചെയ്ത് വരാം. ഞാൻ ഡയറക്റ്റ് 25 കൊണ്ട് തന്നെ റെഡ്യൂസ് ചെയ്യുന്നു. 200ൽ 825 ആണ് 200. അപ്പം 725 ആണ് 175 എന്ന് പറഞ്ഞാൽ. സോ 7/8 എന്ന് വരും. അപ്പം r സ്ക്വയർ എന്നുള്ളിടത്ത് 7/8 ആയതുകൊണ്ട് r സ്ക്വയർ എന്ന് വെച്ചാൽ 7/8 × 7/8 എന്ന് വരും. ഇൻറ്റു h2 എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് ഹൈറ്റ് ഓഫ് കോയിൻ. സോ ദാറ്റ് ഈസ് വി ഹാവ് മെൻഷൻ ഇറ്റ് as 2/10. സോ റൈറ്റ് സൈഡ് ആസ് ഇറ്റ് ഈസ് 5.5. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 5.5നെ നിങ്ങൾ 55/10 എഴുതാം. അതിനൊക്കെ അഡ്വാൻറ്റേജ് കിട്ടും. ഈ 10 അതുപോലെ എഴുതി റൈറ്റ് സൈഡിൽ 35/10. ഇതിന് ഞാൻ വേണമെങ്കിൽ പറയുന്നു, നിങ്ങൾ ലെഫ്റ്റ് സൈഡ്, അതായത് ടോട്ടൽ വോളിയം ഓഫ് കോയിൻസ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, വോളിയം ഓഫ് ക്യൂബോയിഡ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് രണ്ടും കിട്ടിയതിന് ശേഷം ഇങ്ങനെ രണ്ടും കമ്പയർ ചെയ്യാം. ആസ് യു വിഷ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു ആ പറഞ്ഞ കാര്യങ്ങൾ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇനി നിങ്ങൾക്ക് ക്യാൻസലേഷൻ ചെയ്യാം. ഈ 10ഉം ഈ 10ഉം ക്യാൻസൽ ആവും. പിന്നെ ഈ റൈറ്റ് സൈഡിലുള്ള ഈ 10ഉം ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ 10ഉം ക്യാൻസലാക്കാം. കാരണം ഇവിടെ നമ്മൾ ക്രോസ് ക്യാൻസലേഷൻ ചെയ്തു, കാരണം ഇതൊരു സൈഡിലാണ് ക്യാൻസൽ ചെയ്യുന്നത്. ഇനി ഡയറക്റ്റ് ക്യാൻസലേഷൻ എപ്പോഴും RHSഉം LHSും ആണ് ചെയ്യുക. ഇവിടുത്തെ 10ഉം ഇവിടുത്തെ 10ഉം ക്യാൻസൽ ചെയ്യും. കാരണം ഇവിടെ സിംഗിൾ ടൈമാണ്, ഇവിടെയും സിംഗിൾ ടൈമാണ്. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഈ 7ഉം ഈ 7ഉം നിങ്ങൾക്ക് ക്യാൻസലാക്കാം. ഒരു മടിയും കൂടാതെ ക്യാൻസലാക്കാം നിങ്ങൾക്ക്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ 7ൽ ഒരു 7, ഈ റൈറ്റ് സൈഡിലുള്ള 35ൽ എത്ര 7? 5/7. ഇവിടുത്തെ 7ഉം ഇവിടുത്തെ 35ഉം ഞാൻ 7 കൊണ്ട് ക്യാൻസൽ ചെയ്തു. നിങ്ങൾക്ക് ക്യാൻസലേഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ വിളിക്കുന്നുണ്ട്. ബാക്കി കുട്ടികളുടെ കോള് കിട്ടിയിട്ടല്ല, നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, ഈ 22ഉം 55ഉം തമ്മിൽ നമുക്ക് 11 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇൻ 22 how many 11s 2, ഹിയർ 55 how many 11s 5. എത്ര എളുപ്പമാണെന്ന് നോക്കിയാൽ ഇനി നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്? അല്ല കേട്ടോ, ഇവിടെ ഒരു 8 ഉണ്ടല്ലോ. ഈ 2ഉം 8ഉം ക്യാൻസൽ ചെയ്യാൻ 4 വരും. ഈ 2 8ഉം ക്യാൻസൽ 4 വരും. ഇത്രയും തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ n ഡിവൈഡഡ് ബൈ 4 × 4 16. റൈറ്റ് ന്യൂമറേറ്ററിൽ n മാത്രമേ ഉള്ളൂ, ഡിനോമിനേറ്ററിൽ 16 വരും. റൈറ്റ് സൈഡിൽ 5 × 5 25. ദൈവം തമ്മിൽ അറിയാം ശരിയാവുമെന്ന് നോക്കാം നമുക്ക്. n = 2. അപ്പോൾ n/16 = 25 എന്നുള്ളതാണ് ഉള്ളിടത്ത് നിന്ന് n = 25 × 16 അല്ലേ വരിക. 25 × 16. സോ 25 × 16 പെട്ടെന്ന് ചെയ്യാം നമുക്ക്. 400. So maybe required number of coin is 400. So 400 number of coins are there. So 400 number of coins we have to melt, then only we will get that kind of a cuboid with that dimension. So 28 minutes. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ കീപ്പ് ചെയ്യുന്നു. ഞാൻ 30 മിനിറ്റ്സിനുള്ളിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. രണ്ടും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ ബാക്കിയുള്ള ക്വസ്റ്റ്യനുകൾ എളുപ്പമായിട്ട് പെട്ടെന്ന് സോൾവ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. ആൻഡ് സോ പ്ലീസ് പ്രാക്ടീസ് വെൽ. സോ മിഡ് ടൈം എക്സാം കഴിഞ്ഞു. ഇനി നമ്മുടെ മുമ്പിലുള്ളത് എന്താണ്? ഒരു പോസ്റ്റ് മിഡ് ടൈം. അത് പ്രശ്നമുള്ള കാര്യമല്ല. അത് കഴിഞ്ഞാൽ പിന്നെ
ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഇനി കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന എക്സാം പോസ്റ്റ് മിഡ് ടൈം മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബോർഡ് എക്സാമൊക്കെ എഴുതല്ലേ, ഇനിയിപ്പോൾ കിട്ടില്ലല്ലോ അധികം നിങ്ങളല്ലേ. ഉള്ള കാലത്ത് നമുക്ക് സന്തോഷമായിട്ട് പഠിച്ചു പോവാം. സോ പ്രാക്ടീസ് വെൽ, പ്രാക്ടീസ് വെൽ, പ്രാക്ടീസ് വെൽ. സ്റ്റേ സേഫ്. താങ്ക് യു.